ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയിലെ വാതകങ്ങൾ ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ, അതായത് വാതക നിയമങ്ങളെ കുറിച്ചാണ് ക്ലാസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ, പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, പിന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, പിന്നെ ഡാൾട്ടൻ്റെ ഭാഗിക മർദ്ദ നിയമം, ഇവയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇവയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണ് പറയാം. ആദ്യമായിട്ട് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം സ്ഥിതി ചെയ്യുന്നതിനുള്ള ആവശ്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഖരാവസ്ഥയിൽ തന്മാത്രകൾ പരസ്പരം ഭയങ്കര ആകർഷണത്തിലാണ്. അപ്പോൾ പരസ്പരം ശക്തമായ ബോണ്ടിലൂടെയാണ് ഇരിക്കുന്നത്. അവയ്ക്ക് ഫ്രീ ആയിട്ട് ചലിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഖരം ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥലമാണ് അതിൻ്റെ വ്യാപ്തം. ഇനി നമ്മൾ ദ്രാവകം എടുക്കുകയാണെങ്കിൽ ഖരത്തിനേക്കാൾ തന്മാത്ര ആകർഷണം പരസ്പരം കമ്മിയാണെങ്കിലും അവയ്ക്ക് ഒരുപാട് ഫ്രീ മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുകയാണ്. ആ 1 ലിറ്റർ വെള്ളം 1 ലിറ്റർ ബോട്ടിൽ എടുക്കുകയെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് ഒക്യുപ്പൈ ചെയ്യും. ഈ 1 ലിറ്റർ വെള്ളത്തിനെ നമ്മൾ 2 ലിറ്റർ ബോട്ടിലേക്ക് ഒഴിച്ചാലും ആ വെള്ളം ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് അത് എപ്പോഴും 1 ലിറ്റർ മാത്രമായിരിക്കും. ഈ 1 ലിറ്റർ വെള്ളത്തിന് എത്ര വലിയ ബോട്ടിലേക്ക് മാറ്റിയാലും, എത്ര വലിയ കുപ്പിയിലേക്ക് മാറ്റിയാലും അത് വെള്ളം ഒക്യുപ്പൈ ചെയ്യുന്ന വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്റർ മാത്രമായിരിക്കും. അതേസമയം ഗ്യാസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വാതകങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം അവയ്ക്ക് വളരെയേറെ കമ്മിയാണ്. അപ്പോൾ തന്മാത്രകൾ പരസ്പര ആകർഷണം കമ്മിയായതുകൊണ്ട് തന്നെ അവ പലയിടത്തേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു വാതകം, അത് 1 ലിറ്റർ വ്യാപ്തമുള്ള ഒരു കുപ്പിയിലുള്ള വാതകം, ഒരു പ്രത്യേക പ്രഷറിലും ടെമ്പറേച്ചറിലുമുള്ള 1 ലിറ്റർ വാതകം നമ്മൾ അതിനെ 2 ലിറ്ററിലേക്കുള്ള മാറ്റിയാൽ ആ വാതകത്തിൻ്റെ വോളിയം 2 ലിറ്റർ ആവും. ആ വാതകം ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് 2 ലിറ്റർ ആവും. അപ്പോൾ വാതകങ്ങൾ എങ്ങനെയാണ്? വാതകം എന്ന് പറയുന്നത്, വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമാണ് വാതകത്തിൻ്റെ വ്യാപ്തം. ഇനി നമുക്ക് അറിയേണ്ടതാണ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് = 1000 മില്ലി വിച്ച് = 1 ലിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള, 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബോക്സ് എടുക്കുന്നത്. ആ ബോക്സിൽ നമ്മൾ വെള്ളം നിറയ്ക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? അതിൻ്റെ വ്യാപ്തം 1 ലിറ്റർ, അല്ലെങ്കിൽ 10 × 10 × 10. നമ്മൾ 10 സെൻറ്റിമീറ്ററാണ് 3 സൈഡ് എടുത്തത്. അപ്പോൾ 10 × 10 × 10, അതായത് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് വിച്ച് = 1 ലിറ്റർ. നമ്മളിപ്പോൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണോ 1 ലിറ്റർ, അതാ 1 മീറ്റർ ക്യൂബാണോ 1 ലിറ്റർ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കുക, നമ്മൾ സാധാരണ വെളിച്ചെണ്ണയല്ല 1 ലിറ്ററിൻ്റെ കവർ പാക്കറ്റിൽ മേടിക്കുന്നതാണ്. ആ 1 ലിറ്റർ കവറിൻ്റെ ലെങ്ത് നമ്മൾ നമ്മുടെ സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും? ഒരു 20 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അതുപോലെ 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും. അതുപോലെ അതിൻ്റെ ലെങ്ത് ഏകദേശം എത്ര വരും? 10 വരും. നമ്മുടെ മധ്യഭാഗത്തുള്ള തിക്നെസ് ഏകദേശം എത്ര വരും? ഒരു 5 വരും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ തന്നെ ഗുണിക്കുമ്പോൾ എത്ര വരും? 1000 വരും. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് = 1 ലിറ്റർ ആണ്. നമുക്ക് എക്സാം ഹാളിൽ ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. അതായത് 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ ഹൈറ്റും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബോക്സ്. അതിൻ്റെ നീളത്തിനെയും വീതിയെയും ഹൈറ്റിനെയും പകുതിയാക്കിയാൽ, അതായത് 10 സെൻറ്റിമീറ്റർ ഉള്ളതിനെ നമ്മൾ പകുതിയാക്കി എന്താകും? 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ലിറ്റർ ഉൾക്കൊള്ളും എന്നെഴുതിയാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് ഓപ്ഷൻ തരാണ് ½ ലിറ്റർ എന്നൊക്കെ തന്നാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ½ ലിറ്റർ എന്ന് എഴുതും. അതങ്ങനെ എഴുതരുത്. അപ്പോൾ ഈ 10 × 10 × 10 1000 നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, 1000 സെൻറ്റിമീറ്റർ ക്യൂബ് വിച്ച് = 1 ലിറ്റർ. നമ്മൾ ഇതിൻ്റെ എല്ലാത്തിനും പകുതിയാക്കി എങ്ങനെ വരും?
5 into 5 into 5 which is equal to 125 centimeter cube. 125 centimeter cube പറഞ്ഞാൽ എത്രയാണ്? 1/8 ലിറ്റർ ആണ്. ഓക്കെ ആണല്ലോ. 1000/8 is equal to 125. സോ 1/8 ആയിരിക്കും 5 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു വസ്തു ഉൾക്കൊള്ളുന്ന വ്യാപ്തം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തത് പോകാം. അടുത്തത് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വാതകങ്ങൾ തമ്മിലുള്ള ആകർഷണം വളരെ കുറവായതുകൊണ്ട് തന്നെ വാതകങ്ങൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ വാതകങ്ങൾ ഫ്രീ ആയി മൂവ് ചെയ്യുന്ന സമയത്ത് അവ സർഫേസിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് ബൈ അപ്ലൈ ചെയ്യുന്ന ഏരിയയാണ് വാതകം അപ്ലൈ ചെയ്യുന്ന മർദ്ദം എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. വാതകങ്ങൾ ഫ്രീ ആയി മൂവ് ചെയ്യുന്ന സമയത്ത് അവ ഒക്യുപൈ ചെയ്യുന്ന വസ്തുവിന്റെ പ്രതലത്തിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. വാതക തന്മാത്ര സർഫസിൽ ഇരിക്കുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഏരിയയിലായിരിക്കും. ആ ഫോഴ്സ് ബൈ ഏരിയയാണ് നമ്മൾ എന്ന് പറയുന്നത് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? പ്രഷറിന്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? പ്രഷർ ഞാൻ പറഞ്ഞു, ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഏരിയയുടെയോ? മീറ്റർ സ്ക്വയർ. അപ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്തും വിളിക്കാം? 1 പാസ്കൽ എന്ന് വിളിക്കും. എന്താണ്? പാസ്കൽ. ന്യൂട്ടൺ മീറ്റർ പെർ സ്ക്വയറിനെ എന്താ വിളിക്കുക? പാസ്കൽ എന്ന് പറയും. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ ATM എന്നുള്ള യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ATM ആണ് യൂസ് ചെയ്യുന്നത്. 1 ATM is equal to എത്രയാണ്? 1.01325 into 10⁵ പാസ്കൽ ആണ്. എത്രയാണ്? 1 ATM is equal to 1.01325 into 10⁵ പാസ്കൽ ആണ്. എന്ത് പറയുന്നത്? നമ്മുടെ 1 ATM is equal to 1.01325 into 10⁵ പാസ്കൽ ആണ്. അപ്പോൾ മർദ്ദത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 1 ATM യൂണിറ്റ് ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്നാണ്. ഇനി വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വിവിധതരം മാനോമീറ്ററുകൾ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ പറഞ്ഞാൽ ഊഷ്മാവ്. വാതകങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവയ്ക്ക് നമ്മൾ ഊർജം കൊടുക്കുകയാണ്. അപ്പോൾ അവ ഊർജം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. നമ്മളപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കിയിട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. ഇവ മൂന്നും പരസ്പരം കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുലയുണ്ട്. അത് നമ്മൾ കാണാണ്ട് പഠിക്കണം. C/100 is equal to F minus 32/180 is equal to K minus 273.15 by 100. ഇതാണ് ആ സൂത്രവാക്യം. ഓക്കെ. മനുഷ്യന് അച്ചീവ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ -273.15 ഡിഗ്രി സെൽഷ്യസിനെ 0 കെൽവിൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞത് ടെമ്പറേച്ചർ അളക്കാനുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. മനുഷ്യന് ഏറ്റവും അനുഭവപ്പെടുത്തുക അല്ലെങ്കിൽ ഏറ്റവും അപ്രോച്ച് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് താഴ്ന്ന ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെയാണ് നമ്മൾ 0 കെൽവിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ തമ്മിൽ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിൽ പരസ്പരം കൺവേർട്ട് ചെയ്യാനുള്ള യൂണിറ്റ് ആണ് C/100 is equal to F minus 32/180 is equal to K minus 273.15. ഇനി നമുക്ക് നേരെ ഗ്യാസിന്റെ ലോസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബോയിൽ ലോ. ബോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിൽ പറഞ്ഞാൽ തളനില, ബോയിലിംഗ് പോയിന്റ് പറഞ്ഞാൽ തളനില എന്നാണ്. ബോയിൽ പറഞ്ഞാൽ ചൂടാക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ബോയിൽ ലോ പറയുന്ന സമയത്ത് ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ അവിടെയുള്ള 2 യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഷറും വോളിയമാണ്. അപ്പോൾ ഈ ബോയിൽ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ
ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം ഇപ്പോൾ 1 ലിറ്റർ ആണ് ഉൾക്കൊള്ളുക വെക്കുന്നത്. ആ ഒരു സമയത്ത് പാസ്കലാണ് പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് വെക്കാം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? പ്രഷറിനെ ഇൻക്രീസ് ചെയ്തു. എന്താകും? പ്രഷർ 1 പോയിട്ട് 2 ആക്കി വെക്കുക. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടായത് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാക്കിയാൽ വോളിയം എന്താകും? വോളിയം 1 ഉണ്ടായത് കമ്മിയായിട്ട് 0.5 ആകും. അതായത് വോളിയവും പ്രഷറും ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂടിയാൽ വോളിയം കമ്മിയാവും, വോളിയം കൂടിയാൽ പ്രഷർ കമ്മിയാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഇവ തമ്മിലുള്ള പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുന്നത് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v ആണ്. വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ കമ്മിയാവും, അതേപോലെ പ്രഷർ ഇൻക്രീസ് ആയാൽ വോളിയം കമ്മിയാവും. അപ്പോൾ ഇവ തമ്മിൽ വിപരീതാനുപാതത്തിലാണുള്ളത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറയാ, നമ്മളൊരു സിറിഞ്ച് എടുക്കണം. സിറിഞ്ചിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇങ്ങനെ ഒരു പിസ്റ്റൺ എടുക്കാം. പിസ്റ്റണിൽ ഇത്രയും വോളിയം ഉണ്ട് വയ്ക്കുക. ഇത്രയും വോളിയത്തിൽ നമ്മുടെ ഗ്യാസ് എല്ലാം ഒക്യുപ്പൈ ചെയ്യണം. ആ ഒരു സമയത്ത് പിസ്റ്റൺ വെച്ച് നമ്മൾ അമുത്തി എന്ത് സംഭവിക്കും? ഈ പ്രഷർ കൂടിയും വോളിയം എന്ത് ചെയ്യും? വോളിയം മുമ്പുണ്ടായിരുന്ന V എന്നുള്ള വോളിയത്തിലാണ്, ഇത്രയും സ്പേസിലാണ് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ ഇപ്പൊ കമ്മിയായിട്ട് V/2 ആകും. പ്രഷർ എന്താണ്? പ്രഷർ ഫസ്റ്റ് P എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീണ്ടും അമുത്തുമ്പോൾ എന്താ 2P പ്രഷർ ആവും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുക? നമ്മൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കണം. ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, ബോയിൽ പറഞ്ഞാൽ തിളയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ തിളയ്ക്കാൻ പറ്റില്ല, നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് റോബർട്ട് ബോയിൽ ഈ വാതകത്തിന്റെ ഗ്യാസിലോ പറഞ്ഞു തുടങ്ങിയത് തന്നെ. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ള മെയിനായിട്ട് ഗ്രാഫുകൾ 3 പഠിക്കണം. ഒന്നാമത്തെ ഗ്രാഫ് P വേഴ്സസ് ഒന്നാമത്തെ ഗ്രാഫ് പ്രഷർ വേഴ്സ് വോളിയം. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രഷറിന് ഒരു ഇതിലാക്കാണ്, വോളിയത്തിന് നമ്മൾ എക്സ് ആക്സിസിലാക്കിയാണ്, പ്രഷറിനെ നമ്മൾ വൈ ആക്സിസിലാക്കിയാണ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ്, പ്രഷർ നമ്മൾ ഇവിടെ എന്താണ്? പ്രഷർ ഇവിടെ കൂടുതലാണ്. അപ്പോൾ പ്രഷർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം എന്തായിരിക്കണം? കമ്മിയായിരിക്കണം. ഇനി പ്രഷർ കുറയ്ക്കുകയാണ്, പ്രഷർ ഇവിടെ എത്തിക്കുന്ന സമയത്ത് എന്തായിരിക്കും? വോളിയം കുറച്ച് കൂടും. പ്രഷർ വീണ്ടും കുറയ്ക്കുന്ന സമയത്ത് എന്താകും? വോളിയം ഇൻക്രീസ് ചെയ്യും. ഇവിടേക്ക് വോളിയം ഇൻക്രീസ് ചെയ്യും, ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രഷർ വേഴ്സ് വോളിയത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് വരിക? ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. ഓക്കെ, അറ്റ് ടെമ്പറേച്ചർ T1. ഈ ടെമ്പറേച്ചർ T1 ആവുന്ന സമയത്ത് ഇങ്ങനെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? T2 പറഞ്ഞൊരു ടെമ്പറേച്ചർ കൊടുക്കണം. ഈ T2 പറഞ്ഞ ടെമ്പറേച്ചർ എന്താണ്? T2 പറയുന്ന ടെമ്പറേച്ചർ T1 കൂടുതലാണ്. അപ്പോൾ T1 കൂടുതലായ ടെമ്പറേച്ചർ T2 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞു, വാതകങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം കിട്ടും, കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടും, കൂടുതൽ ടെമ്പറേച്ചർ കിട്ടും, കൂടുതൽ ഊർജ്ജം കിട്ടും. അപ്പോൾ കൂടുതൽ മൂവ് ചെയ്യും, കൂടുതൽ പ്രഷർ കിട്ടും. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യണം? പ്രഷർ ഇവിടുന്ന് ഇങ്ങോട്ട് മേലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. വോളിയം എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഭാഗത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടും, വാതകത്തിന് ഊർജ്ജം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ഭാഗത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള അവസ്ഥ കിട്ടും. അതുകൊണ്ട് തന്നെ വോളിയത്തിനെയും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാലുള്ളത്. അതുപോലെ അടുത്ത ടെമ്പറേച്ചർ T3 നമ്മൾ അപ്ലൈ ചെയ്താലോ? T3 ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ T2. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരാം? ഇങ്ങനെ വരും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്തോറും ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രഷർ വേഴ്സ് വോളിയം ആയിട്ടുള്ള ഗ്രാഫ്. ഇനി അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ PV എന്നുള്ള ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അതായത് PV നമ്മൾ പറഞ്ഞു P പ്രൊപ്പോർഷണൽ ടു 1/v ആണ് പറഞ്ഞു. അപ്പൊ PV എന്താണ്? PV ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുന്ന സമയത്ത് എന്ത് വരിക? PV കോൺസ്റ്റന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ PV എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഇനി അടുത്ത ഗ്രാഫ് ഇങ്ങനെ നമ്മൾ പ്രഷർ ഒരു ഭാഗത്ത് 1/v P proportional to 1/v പറഞ്ഞിട്ട് അപ്പോൾ പ്രഷർ അഗേൻസ്റ്റ് വോളിയം എങ്ങനെ ഉണ്ടാവും? പ്രഷർ അഗേൻസ്റ്റ് വോളിയം എന്ന് പറയുന്നത് പ്രഷർ അഗേൻസ്റ്റ് 1/v എന്ന് പറയുന്നത് ഒരു ഇങ്ങനെയുള്ള ഇതായിരിക്കും. അതായത് P proportional to 1/v. പ്രഷർ കൂടുമ്പോൾ 1/v കൂടും. V
എന്താ പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/v. ഓക്കെ, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, അതായത് 1/v ഇൻക്രീസ് ആവും. ക്ലിയർ ആണല്ലോ? എന്താ പറഞ്ഞത്? ഒന്നും കൂടി പറഞ്ഞുതരാം. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം കുറയും, വോളിയം കുറയുമ്പോൾ 1/v ഇൻക്രീസ് ആകും. പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/v ആണ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ 0 ഇൻക്രീസ് ആയി, അതേപോലെ 1/vയും ഇൻക്രീസ് ആകും. v മാത്രമാണ് വെച്ചാൽ കമ്മിയാകും, 1/v ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രഷർ വേഴ്സ് 1/v എന്നുള്ള ഈ 3 ഗ്രാഫുകൾ പഠിച്ചാൽ നമ്മൾ ബോയിൽസ് ലോ തറവാക്കി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്യണം. ആദ്യമായിട്ട് വോളിയം എന്താണെന്ന് പറഞ്ഞു. വോളിയം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ അല്ലെങ്കിൽ പാത്രത്തിന്റെ അളവിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. പാത്രം അല്ലെങ്കിൽ വസ്തുവിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാപ്തം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 മില്ലിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കണം? 10 സെന്റിമീറ്റർ ക്യൂബ് 10 സെന്റിമീറ്റർ നീളവും വീതിയും ഹൈറ്റുമുള്ള ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വെള്ളം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് 1000 സെന്റിമീറ്റർ ക്യൂബിൽ ഉള്ള ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. നമുക്കത് എക്സാം ഹാളിലാൻ മറ്റോ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണൻ്റെ ഒരു പാക്കറ്റ് ഓർത്ത് കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എസ് ഐ യൂണിറ്റ്. അതിനെ പാസ്കൽ എന്നും വിളിക്കും. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന യൂണിറ്റ് ആണ്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ്. പിന്നെ വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. അടുത്ത ടെമ്പറേച്ചർ പറഞ്ഞു. ഊഷ്മാവ്. ഈ ഊഷ്മാവ് എങ്ങനെയാണ്? ഊഷ്മാവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് കെൽവിൻ ആണ്. അതല്ലാതെ നമ്മൾ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസ് യൂണിറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഇവ തമ്മിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്. C/100 = F - 32/180 which is equal to K - 273.15/100. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വാതകങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അവയ്ക്കുള്ള ഊർജം കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ താപനിലയും വർദ്ധിക്കും. ഇനി അടുത്തത് ഫസ്റ്റ് ഗ്യാസ് ലോ പറഞ്ഞു. ഗ്യാസ് ലോ ഫസ്റ്റ് എന്തായിരുന്നു? റോബർട്ട് ബോയിൽ കൊണ്ടുവന്ന ബോയിൽസ് ലോ ആണ് പറഞ്ഞത്. റോബർട്ട് ബോയിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ വെള്ളത്തിനെ തിളപ്പിക്കാതെ അതിൻ്റെ വെള്ളത്തിനെയല്ല, നമ്മൾ വാതകങ്ങളുടെ ടെമ്പറേച്ചർ കൂട്ടാതെ അവയെ തിളപ്പിക്കാതെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി വെച്ചാൽ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വാതകങ്ങളുടെ വ്യാപ്തം കുറയും. അതേപോലെ പ്രഷർ ഡിക്രീസ് ചെയ്താൽ വാതകങ്ങളുടെ വ്യാപ്തം കൂടും. അതായത് പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിന്റെ നേർ വിപരീത പദത്തിലാണ്. Pressure is inversely proportional to volume, that is P proportional to 1/v ആണ്. അപ്പോൾ ഇതിൽ 3 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു. അതൊക്കെയാണ്. ഒന്ന് പ്രഷർ വേഴ്സ് വോളിയം. പ്രഷർ വേഴ്സ് വോളിയത്തിൽ എങ്ങനെയാണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം കമ്മിയാവും. പിന്നെ നമ്മൾ ഇത് T1 ടെമ്പറേച്ചറിലാണ്. നമ്മൾ T1നേക്കാൾ T2 കൂടിയ ടെമ്പറേച്ചറിലാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. T3 ടെമ്പറേച്ചറിലാകുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്തിട്ട് പോകും. ഇവിടെ എന്താണ്? T1 is less than T2 less than T3 ആണ്. ഇനി അടുത്തത് പറഞ്ഞു എന്താണ്? അടുത്തത് പറഞ്ഞു PV. PV എങ്ങനെയായിരിക്കും? PV എന്ന് പറയുന്ന ഗ്രാഫ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? പ്രഷർ അഗെയിൻസ്റ്റ് 1/v. പ്രഷർ അഗെയിൻസ്റ്റ് 1/v എങ്ങനെയായിരിക്കും? പ്രഷർ അഗെയിൻസ്റ്റ് 1/v എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ചാൾസ് ലോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷർ ആദ്യം എന്താ പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റോബർട്ട് ബോയിൽ ലോ പറഞ്ഞു. ഇനി അടുത്തത് വന്നിട്ട് ചാൾസ് ലോ. ചാൾസ് എന്താ പറയുന്നത്? ചാൾസിന് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടാണ് ചാൾസ് പറഞ്ഞത്. ചാൾസ് എന്താ പറഞ്ഞത്? മർദ്ദം
സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ വോളിയം കൂടും. ഒരു നിശ്ചിത മാസ് വാതകം എടുത്തിട്ട് അതിനെ ചൂടാക്കിയാൽ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ആണ് വെച്ചാൽ അതിന്റെ വാതകത്തിന്റെ വ്യാപ്തം ഇൻക്രീസ് ചെയ്യും. ഇതാണ് ചാൾസ് പറഞ്ഞത്. അപ്പോൾ ചാൾസ് ലോ എങ്ങനെയാണ് നമുക്ക് ഇതാക്കുക? ചാൾസ് ലോ പറയുന്നത് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോറി, കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം ഇൻക്രീസ് ചെയ്താൽ ടെമ്പറേച്ചറും കൂടും. ഇതെങ്ങനെയാണ് ടെമ്പറേച്ചറിൽ എടുക്കേണ്ടത്? നമ്മുടെ SI യൂണിറ്റ് ആയ കെൽവിനിലാണ് നമ്മൾ പറയേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വോളിയം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇവയ്ക്ക് നമുക്കൊരു ഗ്രാഫ് പഠിക്കണം. എന്താണ് ഗ്രാഫ്? ഗ്രാഫ് ഫസ്റ്റ് വോളിയം അഗേൻസ്റ്റ് ടെമ്പറേച്ചർ. വോളിയം അഗേൻസ്റ്റ് ടെമ്പറേച്ചർ. അതങ്ങനെയായിരിക്കും. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാഫാണ് അത് വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്രാഫ് എന്താണ്? V പ്രൊപ്പോർഷണൽ ടു T എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. V പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. V പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അതായത് V/T is a constant. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രാഫിൽ എങ്ങനെ വരും? V/T വേഴ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു ഗ്രാഫ് പഠിക്കണം. V/T = 1/T ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്തത് V/Tയുടെ ഗ്രാഫ് നമ്മൾ ഇവിടെ കാണിച്ചിരുന്നു. ഇത് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ -273.15 എത്തിക്കുകയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇതൊരു ആപേക്ഷികമായിട്ടുള്ള ഒരു ആപേക്ഷികമായിട്ടുള്ള ഒരു തത്വം എന്ന് പറയും, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു തത്വം. അപ്പോൾ നമ്മൾ ഒരു വാതകത്തിന്റെ ടെമ്പറേച്ചർ -273.15 എത്തിക്കുകയാണെങ്കിൽ അവിടെ വോളിയം എന്ന് പറയുന്നത് 0 ആകും. പക്ഷെ ഇത് അങ്ങനെ നോർമലി വരില്ല. നമ്മൾ വാതകത്തെ -273 കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അത് ദ്രാവകമായിട്ടുണ്ടാകും. അപ്പൊ ചാൾസ് ലോ എന്തൊക്കെയാണ് പറഞ്ഞത്? ചാൾസ് ലോ പറയുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് മാസ്. V is proportional to temperature. V/T is a constant. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവയിൽ രണ്ട് ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഒന്ന് ആദ്യത്തെ ഗ്രാഫിൽ എന്താ പറയുന്നത്? വോളിയം അഗേൻസ്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ആകും. രണ്ടാമത്തെ V/T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അഗേൻസ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയ്ക്കും മതി. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.